ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കത് പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മതേഷ് ബൈബിൾ ക്വിസ്. സങ്കീർത്തനങ്ങൾ 71 ഒരു വൃദ്ധന്റെ പ്രാർത്ഥനയുണ്ട്. വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ. വാർദ്ധക്യം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ സമൂഹം പലപ്പോഴും അത് മറന്നു പോവുകയാണ് തങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി. പ്രായമായവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതിന് പകരം അവരെ ഉപേക്ഷിക്കുന്നവർ ഒന്നോർക്കുക, ഒരു നാൾ നിങ്ങൾക്കും പ്രായമാകും. നിങ്ങൾ ആലോചിക്കുക, എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരിൽ ക്രിസ്തുവിന്റെ മുഖം ദർശിക്കാൻ സാധിച്ചില്ല? വാർദ്ധക്യത്തിൽ അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇലചൂടി പുഷ്ടിയോടെ നിൽക്കും. താമരശ്ശേരി രൂപതയിലെ മാതൃവേദിയും ശാലോൺ ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് പ്രതീക്ഷകളുമായി മറ്റുള്ളവരിലേക്ക് വചനം പകരാൻ ഇന്നും ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കാൻ 3 ടീമുകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി ടീം മിഖായേൽ. എൻ്റെ പേര് ഷാനി സണ്ണി, പുഷ്പഗിരി ഇടവകയിൽ നിന്ന് വരുന്നു. മിനി സിജോ, പുഷ്പഗിരി ഇടവകയിൽ നിന്നും വരുന്നു. വളരെ ശക്തരായ ഒരു സപ്പോർട്ടിംഗ് ടീം ഇവർക്കുണ്ട്. ടീം മിഖായേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി നമ്മുടെ റാഫേൽ ടീമിനെ പരിചയപ്പെടാം. എൻ്റെ പേര് ജാൻസി ജിൻസ്, മുക്കം ഇടവകയിൽ നിന്നും വരുന്നു. യൂസി ആന്റണി, മുക്കം ഇടവകയിൽ നിന്ന് വരുന്നു. മുക്കം ഇടവകയിലെ ഒരു കൂട്ടം അമ്മമാർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിലെ കുറച്ചു പേർ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി നമ്മുടെ മൂന്നാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയേൽ. എൻ്റെ പേര് ജയ്സമ്മ ജോസ്, പുല്ലൂരാമ്പാറ ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് മേരി പൗലോസ്, പുല്ലൂരാമ്പാറ ഇടവകയിൽ നിന്നും വരുന്നു. ടീം ഗബ്രിയേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അജി അച്ഛനെയാണ്. അദ്ദേഹം നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ്. ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക്, ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യത്തെ റൗണ്ട് വിജയകരമായി പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശനം നേടി ഇവിടെ മത്സരിക്കുവാൻ എത്തിയിരിക്കുന്ന ടീം മിഖായേൽ, ടീം റാഫേൽ, ടീം ഗബ്രിയേൽ, അവരുടെ സപ്പോർട്ടിംഗ് ടീം, ഏവർക്കും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ഈ റൗണ്ടിൽ നിന്ന് 2 ടീമുകൾ മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. 3 ടീമിനും വിജയം ആശംസിക്കുന്നു എങ്കിലും ഏതെങ്കിലും ഒരു ടീം മറ്റ് 2 ടീമുകൾക്ക് വാതിൽ തുറന്നുകൊടുത്ത് പിന്നണിയിലേക്ക് പിൻവാങ്ങേണ്ടി വരും. തീർച്ചയായും അവരും പരാജയപ്പെട്ടല്ല, ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച് തന്നെയാണ് പുറത്തേക്കും പോവുക. ആദ്യ റൗണ്ട് വചനം തിരുവചനം റൗണ്ടാണ്. 40 മാർക്കാണ് ഈ റൗണ്ടിൽ ആകെ ലഭിക്കുക. 2 ചോദ്യങ്ങൾ. ഓരോ ടീമിന് 2 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞാൽ ആദ്യ ചോദ്യത്തിന് 30 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 10 മാർക്ക്. അങ്ങനെ 40 മാർക്ക് കരസ്ഥമാക്കാം. ടീമിന് ഉത്തരം അറിയില്ലെങ്കിൽ സപ്പോർട്ടിംഗ് ടീമിന്
ശരി ഉത്തരം പറഞ്ഞ് അവരെ സഹായിക്കാം. സപ്പോർട്ടിംഗ് ടീമിനും ശരി ഉത്തരം അറിയില്ലെങ്കിൽ തൊട്ടടുത്ത ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടും. അവർക്ക് പകുതി മാർക്ക് ലഭിക്കുന്നതാണ്. ആ ടീമിന് സപ്പോർട്ടിംഗ് ടീമിൻ്റെ സഹായം തേടാൻ സാധിക്കുന്നതല്ല. ആദ്യ ചോദ്യം ലഭിക്കുമ്പോൾ 30 സെക്കൻഡ് സമയം ലഭിക്കുന്നു. പാസ് ചെയ്യുമ്പോൾ 10 സെക്കൻഡ് മാത്രമാണ് ലഭിക്കുക. സപ്പോർട്ടിംഗ് ടീമിന് ലഭിക്കുന്ന സമയം 10 സെക്കൻഡുകൾ മാത്രമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യ ചോദ്യം ടീം മിഖായേലിനോട്. യേശുവിൻ്റെ ഒരു തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം ഞാൻ പറയാം, ബാക്കി നിങ്ങൾ പറയേണ്ടതാണ്. ഉത്തരം പറയുന്നതിന് മുമ്പ് ടീം അംഗങ്ങൾ കൂടിയാലോചിക്കുക. ഉത്തരം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സഹപ്രവർത്തകയ്ക്ക് സഹമെമ്പർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ കൂടിയാലോചന നടത്തേണ്ടതാണ്. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കും എന്ന് തന്നെ വിശ്വസിക്കുക. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനയായി ഈശോ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവിൻ, അതിനുശേഷം പ്രാർത്ഥിക്കുവിൻ. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. മാർക്ക് 30 ടീം മിഖായേൽ കരസ്ഥമാക്കുന്നു. ശരിയായ ഉത്തരമാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ തിരുവചന ഭാഗം നിങ്ങൾ ഉത്തരമായി പറഞ്ഞ തിരുവചന ഭാഗം ഏത് സുവിശേഷത്തിൽ, എത്രാം അധ്യായത്തിൽ, എത്രാം വാക്യത്തിലാണ്? സുവിശേഷം, അധ്യായം, വാക്യം കൃത്യമായി പറഞ്ഞാൽ 10 മാർക്ക് ലഭിക്കുന്നതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 17-ാം തിരുവചനം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 17-ാം തിരുവചനം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം സപ്പോർട്ടിംഗ് ടീമിന് പറയാവുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ടീമിന് പകുതി പോയിന്റുകൾ ലഭിക്കും. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 21-ാം തിരുവചനം. ഉത്തരം തെറ്റാണ്. ചോദ്യം ടീം റാഫേലിലേക്ക് പാസ് ചെയ്യപ്പെടുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം. 11-ാം അധ്യായം 25-ാം വാക്യം. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിന് 5 പോയിന്റുകൾ ലഭിക്കും. വചനം തിരുവചനം റൗണ്ടിലെ ആദ്യ ചോദ്യത്തിന് ടീം മിഖായേൽ ഉത്തരം നൽകി 30 മാർക്കുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. രണ്ടാം ചോദ്യത്തിന് അവർക്ക് ഉത്തരം നൽകാൻ സാധിച്ചില്ല. സപ്പോർട്ടിംഗ് ടീമിന് സാധിച്ചില്ല. ചോദ്യം പാസ് ചെയ്യപ്പെട്ടു. ടീം റാഫേൽ 5 പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്രയായ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. കാരണം അവൾ തനിക്കുണ്ടായിരുന്നതെല്ലാം, തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. തിരുവചനം മുഴുവൻ പറയണം. അതിനുശേഷമുള്ള മുഴുവൻ തിരുവചന ഭാഗവും പറയേണ്ടതാണ്. പറഞ്ഞോളൂ. ഇനി ടീം സഹപ്രവർത്തകയ്ക്ക് സഹായിക്കാനായിട്ട് പറ്റുന്നതല്ല. സമയം കഴിഞ്ഞിരിക്കുന്നു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. തിരുവചനം മുഴുവൻ പറയേണ്ടതായിരുന്നു. മുഴുവൻ പറഞ്ഞില്ല, പകുതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യെസ്, നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് സഹായിക്കാവുന്നതാണ്.
തൊട്ടടുത്ത തിരുവചനമാണ് പറയേണ്ടത്. ടൈം ഈസ് അപ്പ്. തൊട്ടടുത്ത ടീമിലേക്ക് പോകും. അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. യെസ്, ഇപ്പോഴാണ് ഉത്തരമായത്. ആദ്യ ഭാഗം എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം സംഭാവന ചെയ്തിരിക്കുന്നു. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. നിങ്ങൾക്ക് 15 മാർക്കുകൾ ലഭിക്കുന്നില്ല. ഈ ടീം പകുതി ഉത്തരം, അതിൻ്റെ പകുതി ഉത്തരം കൃത്യമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ടീം റാഫേലിന് 7.5 മാർക്കുകൾ ലഭിക്കുന്നു. ടീം ഗബ്രിയേലിനും 7.5 മാർക്കുകൾ. ഓക്കെ, ഇപ്രകാരമായിട്ട് അത് ക്രമീകരിക്കുകയാണ്. ടീം റാഫേലിന് 7.5 മാർക്കുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ടീം ഗബ്രിയേലിന് 7.5 മാർക്കുകൾ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏത് പുസ്തകത്തിൽ ഏത് അധ്യായത്തിലാണ് ഏത് വാക്യമാണ് ഈ തിരുവചനം ഉള്ളത്? അവരെല്ലാം തങ്ങൾ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു എന്ന് തുടങ്ങുന്ന തിരുവചന ഭാഗം ഏത് വചനഭാഗമാണ്? മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം സമയം കഴിഞ്ഞിരിക്കുന്നു. സപ്പോർട്ടിംഗ് ടീമിന് പറയാവുന്നതാണ്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35-ാം. അടുത്ത ടീമിലേക്ക് പാസ് ചെയ്യപ്പെടും. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 43-ാം വാക്യം. ഉത്തരം തെറ്റാണ്. പാസ് ചെയ്യപ്പെടും. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 29 മുതലുള്ള തിരുവചനം. ഉത്തരം തെറ്റാണ്. ശരി ഉത്തരം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 44-ാം തിരുവചനം. 44. ടീം റാഫേലിന് രണ്ടാമത്തെ ചോദ്യത്തിന് പോയിന്റുകൾ ലഭിക്കുന്നില്ല. മറ്റാർക്കും ലഭിച്ചിട്ടില്ല. ക്യൂസ് മാസ്റ്റർക്കാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ 5 മാർക്കുകൾ ലഭിച്ചിരിക്കുന്നത്. വചനം തിരുവചനം റൗണ്ടിലെ 3-ാം ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എൻ്റെ സംസ്കാരത്തിനു വേണ്ടി ഇവൾ എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. തുടർന്ന് ഈശോ പറയുന്നത് ലോകത്തെവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. ഉത്തരം ശരിയാണ്. ലോകത്തെവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിന് 30 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഈ തിരുവചനം ഏത് പുസ്തകത്തിലാണ്? ഏത് അധ്യായമാണ്? എത്ര വാക്യമാണ്? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യം മുതൽ. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം സത്യമായി 9-ാം വാക്യം. ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിന് വീണ്ടും 10 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. അങ്ങനെ വചനം തിരുവചനം റൗണ്ടിലെ 40 മാർക്കുകളും ടീം ഗബ്രിയേൽ സമ്പാദിച്ചിരിക്കുന്നു. ടീം ഗബ്രിയേലിന് അഭിനന്ദനങ്ങൾ. വചനം തിരുവചനം റൗണ്ട് അവസാനിക്കുമ്പോൾ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഓരോ ടീമിനും ലഭിച്ചിരിക്കുന്ന പോയിന്റുകൾ എത്രയാണ് എന്ന് നമുക്കറിയാം. ജോസ്മിയിലേക്ക്. ജോസ്മി. ടീം മിഖായേൽ 30 പോയിന്റ്സ്. ടീം റാഫേൽ 12.5 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 47.5 പോയിന്റ്സ്. അടുത്ത റൗണ്ട്
വിഷ്വൽ റൗണ്ടാണ്. വചനം തിരുവചനം റൗണ്ടിലെ മാർക്കുകളുടെ കൂടെ 30 മാർക്കുകൾ കൂട്ടിച്ചേർക്കാനുള്ള ഒരു സുവർണ അവസരമാണ് വിഷ്വൽ റൗണ്ട്. ഈ റൗണ്ടിൽ 3 ചോദ്യങ്ങൾ. ആദ്യം ഒരു ചിത്രം കാണിക്കും. ആ ചിത്രം കൃത്യമായി ഐഡന്റിഫൈ ചെയ്താൽ 10 മാർക്കുകൾ. തുടർന്ന് 2 ചോദ്യങ്ങൾ കൂടി. 3 ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം പറഞ്ഞാൽ 30 മാർക്കുകൾ ലഭിക്കും. ഉത്തരം തെറ്റിപ്പോയാൽ ഓരോ ചോദ്യത്തിനും 5 മാർക്കുകൾ വീതം നഷ്ടമാകും, മൈനസ് പോയിന്റ്. എന്നാൽ സപ്പോർട്ടിംഗ് ടീമിന് ഇവരെ സഹായിക്കാവുന്നതാണ്. നിങ്ങൾ ശരിയായി ഉത്തരം പറഞ്ഞാൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന മൈനസ് പോയിന്റ് ഒഴിവാക്കുന്നതാണ്. അതുകൊണ്ട് സപ്പോർട്ടിംഗ് ടീം ശ്രദ്ധയോടെ ഇരിക്കുക. നിങ്ങളുടെ ടീമിന് ലഭിക്കാൻ സാധ്യതയുള്ള മൈനസ് പോയിന്റിനെ ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധാപൂർവം ഉത്തരം പറയുക. ആദ്യത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ശ്രദ്ധിക്കുക. വിഷ്വൽ. യെസ്, ഇത് എന്താണ് അവിടെ നിങ്ങൾ കണ്ട ചിത്രം? എന്താണ് അവിടെ എന്താണ് അത് സംഭവം എന്ന് പറയും? അത്തിമരത്തെ ശപിക്കുന്നത്. യെസ്, ശരിയായ ഉത്തരമാണ്. ആരാണ് ശപിക്കുന്നത്? ഈശോ. യേശു അത്തിമരത്തെ ശപിക്കുന്ന സുവിശേഷ ഭാഗമാണ് അവിടെ കാണിച്ചത്. 10 മാർക്കുകൾ ടീം റാഫേലിന് ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, എത്രാം അധ്യായത്തിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്? മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. യെസ്, ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിന് വീണ്ടും 10 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, യേശു ഈ അത്തിമരത്തിന് അല്ലെങ്കിൽ അത്തിവൃക്ഷത്തിന് നൽകിയ ശാപം അല്ലെങ്കിൽ ശിക്ഷ എന്തായിരുന്നു? ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ എന്ന്. ആരും നിന്നിൽ നിന്ന് ഇനി ഒരിക്കലും പഴം തിന്നാതിരിക്കട്ടെ. 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞുകൊണ്ട് ടീം റാഫേൽ 30 മാർക്കുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. വിഷ്വൽ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ടീം ഗബ്രിയേൽ, വിഷ്വൽ ശ്രദ്ധിക്കുക. ചിത്രം കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്താണ് എന്ന് മനസ്സിലാവും. ചിത്രം സൂചിപ്പിക്കുന്ന സുവിശേഷ ഭാഗം ഏതാണ്? മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ. ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേൽ 10 മാർക്കുകൾ കരസ്ഥമാക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഈ ഉപമ ഏത് അധ്യായത്തിലാണ്? 1-ാം അധ്യായം. ഏത് പുസ്തകത്തിൽ? മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 12-ാം അധ്യായത്തിലാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലാണ്. 12-ാം അധ്യായമാണ്. ഉത്തരം ശരിയാണ്. വീണ്ടും ടീം ഗബ്രിയേലിന് 10 മാർക്കുകൾ കൂടെ ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, തന്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ ചെയ്തത്? ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, ചുറ്റും വേലി കെട്ടി, മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു, ഒരു ഗോപുരവും പണിതു. ഒരു കാര്യം കൂടിയുണ്ട്. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്നും പോയി. 3 കാര്യങ്ങളാണ് വചനഭാഗത്ത് പറയുന്നത്. പക്ഷേ കൃഷിക്കാരെയും കൂടി ഏൽപ്പിച്ചു. അങ്ങനെ 4 കാര്യങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ഗബ്രിയേലിന് വീണ്ടും 10 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. അങ്ങനെ വിഷ്വൽ റൗണ്ടിലെ 30 മാർക്കുകളും ടീം ഗബ്രിയേൽ കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം മിഖാലിനോടാണ് അടുത്ത ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കുക. വിഷ്വൽ കാണുക. ശിമയോൻ്റെ വീട്ടിൽ ഈശോ ഭക്ഷണത്തിനിരിക്കുന്ന ചിത്രം. കുഷ്ഠരോഗിയായ ശിമയോൻ്റെ വീട്ടിൽ ഈശോ ഭക്ഷണത്തിനിരിക്കുന്ന ചിത്രം.
പക്ഷേ അത് പൂർണ്ണമാണ്. അവിടെ നിശബ്ദരായിരിക്കുക. ശരിയായ ഉത്തരം പറയുക. എന്താണത്? കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിൽ ഈശോ ഭക്ഷണത്തിലിരിക്കവേ ഒരു സ്ത്രീ ഈശോയുടെ ശിരസിൽ തൈലാഭിഷേകം നടത്തുന്നതാണ് ആ ചിത്രം. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. ടീം മിഖായലിന് 10 പോയിന്റുകൾ ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം, ഏത് അധ്യായത്തിലാണ്, ഏത് സുവിശേഷത്തിലാണ് ഈ സംഭവമുള്ളത്? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം. ഉത്തരം വീണ്ടും ശരിയാണ്. 14-ാം അധ്യായത്തിലാണ്. വീണ്ടും 10 മാർക്കുകൾ കൂടി ടീം മിഖായലിന് ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, യേശുവിൻ്റെ ശിരസിൽ ഒഴിക്കപ്പെട്ട തൈലത്തിന്റെ പേരെന്ത്? ഒഴിച്ച സ്ത്രീയുടെ പേരെന്ത്? ശുദ്ധ നാർദിൻ സുഗന്ധ തൈലമാണ് ഒഴിച്ചത്. തൈലത്തിന്റെ പേര് ശുദ്ധ നാർദിൻ സുഗന്ധ തൈലം, അതാണ് തൈലത്തിന്റെ പേര്. പിന്നെ ഒഴിച്ചത് ഒരു സ്ത്രീക്ക് പേരുണ്ടോ? ഒരു സ്ത്രീ, പാപിനിയായ സ്ത്രീ. ഞാൻ ചോദിച്ച ചോദ്യം സ്ത്രീയുടെ പേരാണ്. മഗ്ദലന മറിയം. ഉത്തരം തെറ്റാണ്. സപ്പോർട്ടിംഗ് ടീമിലേക്ക് പാസ് ചെയ്യുന്നു. യെസ്, പറഞ്ഞോളൂ. പേര് പറഞ്ഞിട്ടില്ല, സ്ത്രീന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പേര് പറഞ്ഞിട്ടില്ല, സ്ത്രീ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്ത്രീ മാത്രം. ശുദ്ധ നാർദീൻ തൈലത്തിന്റെ പേര്. സ്ത്രീയുടെ പേര് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു സ്ത്രീ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മഗ്ദലന മറിയം എന്ന് എന്തിനാണ് പേര് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടാവുന്ന 10 പോയിന്റുകൾ നഷ്ടമായത്? സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ മൈനസ് മാർക്ക് നിങ്ങൾക്ക് നൽകുന്നില്ല. മൈനസ് മാർക്കിൽ നിന്ന് രക്ഷപ്പെടുന്നു. ടീം മിഖായലിന് വിഷ്വൽ റൗണ്ടിൽ ലഭിക്കുന്നത് 20 പോയിന്റുകളാണ്. അഭിനന്ദനം. വിഷ്വൽ റൗണ്ട് പൂർത്തിയാകുന്നു. വിഷ്വൽ റൗണ്ട് പൂർത്തിയാകുമ്പോൾ 3 ടീമുകൾക്കും എത്ര പോയിന്റുകളാണ് ലഭിച്ചിട്ടുള്ളത് എന്നറിയേണ്ടതുണ്ട്. നമുക്ക് ജോസ്മിയിലേക്ക് പോകാം. ആദ്യ 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില നമുക്കൊന്ന് പരിശോധിക്കാം. ടീം മിഖായേൽ 50 പോയിന്റ്സ്. ടീം റാഫേലിന് ലഭിച്ചിരിക്കുന്ന പോയിന്റ്സ് 42.5. ടീം ഗബ്രിയലിന് ലഭിച്ചിരിക്കുന്നത് 77.5 പോയിന്റ്സ്. 2 റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. 3-ാം റൗണ്ട് റാപ്പിഡ് റൗണ്ടാണ്. വേഗത്തിൽ ഉത്തരം പറയേണ്ട, വേഗത്തിൽ ചിന്തിക്കേണ്ട, വേഗത്തിൽ മാർക്ക് മേടിക്കാവുന്ന റാപ്പിഡ് റൗണ്ട്. ആദ്യ ചോദ്യം ടീം ഗബ്രിയലിനോടാണ്. ശ്രദ്ധിക്കുക, 5 ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ ചോദിക്കുക. ഓരോ ചോദ്യത്തിനും 6 മാർക്ക് വീതം. 5 ചോദ്യത്തിനും ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 30 പോയിന്റുകൾ ലഭിക്കും. 30 പോയിന്റുകൾ ലഭിക്കുന്നവർക്ക് ക്വിസ് മാസ്റ്ററുടെ 10 ബോണസ് പോയിന്റുകൾ. അങ്ങനെ 40 പോയിന്റുകൾ നേടി പോയിന്റ് പട്ടികയിൽ മുകളിലേക്ക് കയറി പോകാനുള്ള വളരെ നല്ല ഒരു അവസരമാണ് റാപ്പിഡ് റൗണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, 1 മിനിറ്റ് മാത്രമാണ് നിങ്ങളുടെ സമയം. 1 മിനിറ്റിനുള്ളിൽ വേണം ഈ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. അതുകൊണ്ട് പെട്ടെന്ന് ചിന്തിച്ച് പെട്ടെന്ന് ഉത്തരം പറഞ്ഞ് പെട്ടെന്ന് പോയിന്റുകൾ മേടിക്കുക. ആദ്യ ചോദ്യം ടീം ഗബ്രിയലിനോടാണ്. ചോദ്യം, റോമ സാമ്രാജ്യത്തിൽ ക്രിസ്തുമതത്തിന് സ്വാതന്ത്ര്യം നൽകിയപ്പോൾ പുറപ്പെടുവിച്ച വിളംബരം? മിലാൻ വിളംബരം. ശരിയായ ഉത്തരം. ആദ്യത്തെ വിശ്വാസ സമർത്ഥകൻ ആര്? കട്രാതുസ്. ശരിയായ ഉത്തരമാണ്. യൂദ പ്രേഷിത പ്രവർത്തനം നടത്തിയത് എവിടെയോ? യൂദാ സ്ലീഹ. എഫെസോസിൽ. തെറ്റായ ഉത്തരമാണ്. ഫാത്തിമയിൽ മാതാവ് തന്നെ വെളിപ്പെടുത്തിയ പേര്? ജപമാല രാജ്ഞി. ശരിയായ ഉത്തരമാണ്. മറിയത്തെ 2ാമത്തെ ഹവ്വ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വിശുദ്ധ ജസ്റ്റിൻ. 5 ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം പറഞ്ഞിരിക്കുന്നു. യൂദാ സ്ലീഹ പ്രേഷിത പ്രവർത്തനം പ്രധാനമായി നടത്തിയത് അറേബ്യയിലും പാലസ്തീനയിലുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 24 മാർക്കുകളാണ് ലഭിക്കുന്നത്. ടീം ഗബ്രിയൽ റാപ്പിഡ് റൗണ്ടിൽ നിന്ന് 24 മാർക്കുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനം. അടുത്ത ചോദ്യം
ടീം മിഖായലിനോടാണ്. ടീം മിഖായൽ ശ്രദ്ധിക്കുക. മാതാവിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയ 7ാമത്തെ വ്യാകുലം ഏത്? ഈശോയുടെ ശവസംസ്കാരം. ശരിയായ ഉത്തരം. മെക്സിക്കോയിലെ ഗ്വാഡലൂപ്പയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ആർക്ക്? ജുവാൻ ദിയോഗ എന്ന യുവാവിന്. ശരിയായ ഉത്തരം. റോസറി എന്ന പദത്തിന്റെ അർത്ഥം. റോസാപ്പൂക്കളുടെ പൂന്തോട്ടം. ശരിയായ ഉത്തരമാണ്. പീലിപ്പോസ് എന്ന വാക്കിന്റെ അർത്ഥം കുതിരകളെ സ്നേഹിക്കുന്നവൻ. ശരിയായ ഉത്തരമാണ്. കത്തോലിക്ക സഭയിലെ ആദ്യ ഔദ്യോഗിക സൂനകദോസ് ഏത്? എഫേസോസ് സൂനകദോസ്. എഫെസുസ് സൂനകദോസ്. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം നിക്കിയ സൂനകദോസ്. നിക്കിയ സൂനകദോസ് ആണ്. നിങ്ങളും 4 ശരി ഉത്തരങ്ങൾ പറഞ്ഞു. 4 ശരി ഉത്തരങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് 24 മാർക്ക് ലഭിക്കുന്നു. ബോണസ് പോയിന്റ് ഇതുവരെയും 2 ടീമുകളും നേടിയിട്ടില്ല. അടുത്ത ചോദ്യം 3ാമത്തെ ടീം റാഫേലിനോടാണ്. ചോദ്യം: സഭയെ മാതാവായി കാണാത്തവന് ദൈവം പിതാവായിരിക്കുകയില്ല എന്ന് പ്രസ്താവിച്ചത് ആര്? വിശുദ്ധ സിപ്രിയൻ. ശരിയായ ഉത്തരമാണ്. ട്രിനിത്താസ് എന്ന പദം ത്രിത്വത്തെ സൂചിപ്പിക്കുവാൻ ആദ്യം ഉപയോഗിച്ചത് ആര്? തേർത്തുല്യൻ. ശരിയായ ഉത്തരം. മാർപ്പാപ്പന്മാരുടെ അവിഞ്ഞോൻ പ്രവാസത്തിന്റെ കാലഘട്ടം 1309 മുതൽ 1377 വരെ. ശരിയായ ഉത്തരമാണ്. എക്യുമെനോൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഒരുമിച്ച് ജീവിക്കുക. യെസ്, ശരിയായ ഉത്തരമാണ്. ഇന്ത്യക്ക് പുറമെ തോമസ് ലീഗ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ മറ്റ് സ്ഥലങ്ങൾ? ഏദേശ, പേർഷ്യ. ഏദേശ, പേർഷ്യ. എല്ലാ ഉത്തരങ്ങളും 5 ഉത്തരങ്ങളും ടീം റാഫേൽ ശരിയായി പറഞ്ഞിരിക്കുന്നു. 30 മാർക്കുകൾ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്വിസ് മാസ്റ്ററുടെ ബോണസിനും അവർ അർഹരായിരിക്കുന്നു. ടീം റാഫേലിന് അഭിനന്ദനങ്ങൾ. റാപ്പിഡ് റൗണ്ട് വേഗത്തിൽ പൂർത്തിയായിരിക്കുന്നു. 3 ടീമുകളും 2 ടീമുകൾ 24 പോയിന്റ് വീതവും, ഒരു ടീം 30 + 10 40 പോയിന്റുകൾ നേടി പോയിന്റ് പട്ടികയിൽ അവരുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഓരോ ടീമിനും ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ എത്രയാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി. വേഗതയുടെ ഒരു റൗണ്ട് കൂടി ഇവിടെ അവസാനിക്കുമ്പോൾ ടീം മിഖായേൽ 74 പോയിന്റ്സ്, ടീം റാഫേൽ 82.5 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 101.5 പോയിന്റ്സ്. 74, 82, 101. വലിയ വ്യത്യാസമില്ലാതെ 3 ടീമുകളും ഒപ്പത്തിനൊപ്പമാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 ടീമുകളിൽ 2 ടീമുകൾക്ക് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയുള്ള പ്രധാനപ്പെട്ട 2 റൗണ്ടുകൾ, ഒന്ന് സപ്പോർട്ടേഴ്സ് റൗണ്ടാണ്, പിന്നീട് മെഗാ ബോണസ് റൗണ്ടാണ്. സപ്പോർട്ടേഴ്സ് റൗണ്ട് അതാണ് തൊട്ടടുത്ത റൗണ്ട്. ഓരോ സപ്പോർട്ടിംഗ് ടീമിനോടും 3 ചോദ്യങ്ങൾ. 3 ചോദ്യങ്ങൾ കൂടെ 40 മാർക്കുകൾ. ആദ്യ ചോദ്യത്തിന് 20 മാർക്ക്, രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യത്തിന് 10 മാർക്കുകൾ വീതം. നിങ്ങൾ നേടിക്കൊടുക്കുന്ന 40 മാർക്കുകൾ നിങ്ങളുടെ ടീം അടുത്ത ഘട്ടത്തിൽ എവിടെയായിരിക്കും എന്ന് തീരുമാനിക്കും. അടുത്ത ഘട്ടത്തിൽ നിങ്ങളുടെ ടീമുകൾ ഈ മത്സരത്തിൽ തുടരണമെങ്കിൽ നിങ്ങളുടെ 40 പോയിന്റുകൾ അത്യാവശ്യമാണ്. ആദ്യം ചോദ്യം ചോദിക്കുന്നത് ടീം മിഖായേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചോദ്യം പാസിംഗ് ഉള്ളതല്ല. ഓരോ ചോദ്യത്തിനും 30 സെക്കൻഡുകളാണ് നിങ്ങളുടെ സമയം. പോയിന്റ് ആദ്യ ചോദ്യത്തിന് 20, തുടർന്ന് വരുന്ന 2 ചോദ്യങ്ങൾക്ക് 10 വീതവും. ഞാനൊരു തിരുവചന ഭാഗം പറയാം, അതേത് ഭാഗത്തു നിന്നാണ് എന്ന് നിങ്ങൾ പറയണം. ആത്മപ്രശംസ ഞാൻ പറയാം. ആത്മപ്രശംസ നടത്തുന്നവരുടെ കൂട്ടത്തിൽ പെടുവാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യുവാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യുവാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണവർ. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. നിങ്ങൾ പറയേണ്ടത് ഈ തിരുവചന ഭാഗം ഏത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ്, എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. വാക്യമോ അധ്യായമോ ഒന്നും നിങ്ങൾ പറയേണ്ടതില്ല. അവരുടെ ടീം ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കുക. സപ്പോർട്ടിംഗ് ടീമിനെ ഇപ്പോൾ നോക്കി അവരെ സ്നേഹിക്കരുത്. യെസ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ
അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീം പറയുന്നത്. ഉത്തരം തെറ്റാണ്, തെറ്റായ ഉത്തരമാണ്. ശരി, 2 കൊറിന്തോസാണ് അത് ശരിയായ ഉത്തരം. നിങ്ങൾക്കറിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, നിങ്ങൾ അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. കിട്ടേണ്ട 20 പോയിന്റുകൾ നഷ്ടമായി. പോയത് പോയി, ഇനി തിരിച്ചു കിട്ടുകയില്ല. ഈ തിരുവചനം ഏത് അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 15-ാം അധ്യായം. 15-ാം അധ്യായം. ഉത്തരം തെറ്റിപ്പോയി. ടീം മിഖായലിന് അറിയാമെങ്കിൽ പറയാവുന്നതാണ്. 6-ാം അധ്യായം. 6-ാം അധ്യായമല്ല, 10-ാം അധ്യായത്തിലാണ്. 10-ാം അധ്യായം. വീണ്ടും നഷ്ടപ്പെടും. 10 മാർക്കുകൾ കൂടെ. ആദ്യം 20 മാർക്കിന്റെ ചോദ്യമായിരുന്നു, ഇപ്പോൾ 10 മാർക്കിൻ്റെത്. 3-ാമത്തെ ചോദ്യം എളുപ്പമുള്ളൊരു ചോദ്യമാണ്. താമരശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാന്റെ പേര് എന്ത്? മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി. മാത്യു അല്ല, മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി. പക്ഷെ അതല്ല എൻ്റെ ചോദ്യം വരുന്നതേ ഉള്ളൂ. അദ്ദേഹം ജനിച്ച സ്ഥലം തണ്ണീർമുക്കം ഇടവകയിലാണ്. തണ്ണീർമുക്കം എന്ന സ്ഥലത്താണ് ജനിച്ചത്. വളരെ പണ്ഡിതനായ ആ പിതാവ് തൻ്റെ ഗവേഷണം പൂർത്തിയാക്കിയത്, അത് ഗവേഷണം നടത്തിയത്, എങ്കിൽ ഡോക്ടറേറ്റ് നേടിയത് ഒരു ഭാരതീയ കവിയുടെ ദർശനത്തെയാണ്. ഒരു ഭാരതീയ കവിയുടെ ദർശനത്തെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം തൻ്റെ ഗവേഷണ പ്രബന്ധം പൂർത്തിയാക്കിയത്. ആ കവി ആര്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ, ജനഗണ മനയുടെ കർത്താവ്. അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ കവി. പറഞ്ഞ ഉത്തരം ശരിയാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ദർശനത്തെ അടിസ്ഥാനമാക്കിയാണ് വലിയ പണ്ഡിതനായിരുന്ന സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി പിതാവ് തൻ്റെ ഗവേഷണം പൂർത്തിയാക്കിയത്. അതിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയിരിക്കുന്നത്. ശരിയായ ഉത്തരമാണ്. 10 പോയിന്റുകൾ ടീം മിഖായലിന് ലഭിക്കുന്നു. ടീം മിഖായലിൻ സപ്പോർട്ടിംഗ് ടീം 10 പോയിന്റുകൾ നേടിക്കൊടുത്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം മിഖായലിനോടുള്ള ചോദ്യം കഴിഞ്ഞു. അടുത്തത് ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. ഏത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏത് പുസ്തകത്തിലാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങൾ ഇവിടെ നോക്കുക, ഇങ്ങോട്ട് നോക്കുക. 1 യോഹന്നാൻ. 1 യോഹന്നാൻ. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 20 മാർക്കുകൾ ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം 1 യോഹന്നാൻ. എത്രാം അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 3-ാം അധ്യായത്തിൽ. 3-ാം അധ്യായത്തിൽ. ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. അടുത്ത ചോദ്യം. ഡോക്ടർ ഫ്രാൻസിസ് എസ് കോളിൻസ് വലിയൊരു നിരീശ്വരവാദിയായിരുന്നു. എന്നാൽ പിന്നീട് ദൈവത്തെ മനസ്സിലാക്കി, ദൈവത്തെ സ്നേഹിക്കാൻ ആരംഭിച്ചു. ഇന്ന് അദ്ദേഹം വലിയൊരു വിശ്വാസിയാണ്. അമേരിക്ക തങ്ങളുടെ വലിയ പരമോന്നത ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഡോക്ടർ ഫ്രാൻസിസ് എസ് കോളിൻസ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം ആരോഗ്യരംഗത്ത് ലോകത്തിന് വലിയ സംഭാവനയായിരുന്നു. ഏത് മേഖലയിലത്തെ ഗവേഷണത്തിനാണ് അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി മാറ്റിയത്? ഏത് മേഖലയിലെ ഗവേഷണം? ജെനറ്റിക്സ്. ജനിതക ഘടനയെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ പഠനം വലിയ സംഭാവനയാണ് ലോകത്തിന് നൽകിയത്. ഉത്തരം ശരിയാണ്. 40 മാർക്കുകൾ ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം നേടിയിരിക്കുന്നു. പ്രത്യേകം അഭിനന്ദനങ്ങൾ. ടീം ഗബ്രിയലിന്റെ സപ്പോർട്ടിംഗ് ടീം. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്കെന്ന പോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവരെ അംഗീകരിച്ചു. നമ്മളും അവരും തമ്മിൽ അവിടുന്ന് വ്യത്യാസം കൽപ്പിച്ചില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ. ചോദ്യം പറഞ്ഞപ്പോൾ തന്നെ ഉത്തരവും തെറ്റിപ്പോയോ? മാറ്റുന്നുണ്ടോ?
മാറ്റുന്നില്ല. ഉത്തരം ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരമാണ്. ഏത് അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 16 അധ്യായം. ടീം ഗബ്രിയലിന് ശരി ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. ഇവിടെ നിൽക്കുന്ന ടീമുകൾ. 15-ാം അധ്യായം നിങ്ങളുടെ ടീമിന് അറിയാമായിരുന്നു. 14 അല്ല 16 അല്ല 14 അല്ല 16 അല്ല 15-ാം അധ്യായമാണ്. 10 മാർക്കുകൾ നഷ്ടമാകും. മൂന്നാമത്തെ ചോദ്യം. കാരിസിന് മാർപ്പാപ്പ അംഗീകാരം നൽകി. ആത്മീയ ലോകത്ത്, ക്രൈസ്തവ ആത്മീയ മേഖലയിൽ, കത്തോലിക്ക ആത്മീയ മേഖലയിൽ ഒരു നല്ല വാർത്തയാണത്. കാരിസിന് മാർപ്പാപ്പ അംഗീകാരം നൽകി. കാരിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ കരിസ്മാറ്റിക്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മതി. ലോകസമാധാനത്തിനും ക്രൈസ്തവ സഭ നേരിടുന്ന വെല്ലുവിളികൾ. കാരിസ് എന്താന്ന് പറയും? ഉത്തരം ഇനി പറഞ്ഞാലും മാർക്ക് നൽകുകയില്ല. സമയം കഴിഞ്ഞു പോയി. സമയത്തിനുള്ളിൽ പറയണം. ലോകത്തെല്ലായിടത്തുമുള്ള കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റങ്ങൾക്കെല്ലാം കൂടിയുള്ള ഒരു ഏകീകരണ രൂപമാണ് കരിസ്മാറ്റിക് റിന്യൂവൽ ഇന്റർനാഷണൽ സർവീസ്. ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധിച്ചില്ല. നിങ്ങൾ 20 മാർക്കുകളാണ് ടീം ഗബ്രിയലിന് വേണ്ടി നേടിയിരിക്കുന്നത്. സപ്പോർട്ടിംഗ് ടീമിന് അഭിനന്ദനങ്ങൾ. 4 റൗണ്ടുകൾ പൂർത്തിയാകുന്നു. സപ്പോർട്ടേഴ്സ് റൗണ്ടിൽ നിന്നും വേണ്ടത്ര സപ്പോർട്ട് ഓരോ ടീമിനും ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കൃത്യമായ പോയിന്റുകൾ, 4 റൗണ്ടുകൾ പിന്നിടുമ്പോഴുള്ള പോയിന്റുകൾ ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പോയിന്റുകൾ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അടുത്ത റൗണ്ടിൽ, മെഗാ ബോണസ് റൗണ്ടിൽ നിങ്ങളുടെ പോയിന്റുകളും നിങ്ങളുടെ എതിർ ടീമിൻ്റെ പോയിന്റുകളും എത്രയാണെന്ന് കൃത്യമായി നിങ്ങൾ അറിയേണ്ടതുണ്ട്. പോയിന്റുകൾ മനസ്സിൽ കുറിച്ച് വെക്കുക. നിങ്ങൾക്ക് പേനയും പേപ്പറും ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് അവിടെ കുറിച്ച് വെക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ മനസ്സിൽ കുറിച്ച് വെക്കുക. യെസ് ജോസ്മി. സപ്പോർട്ടിംഗ് ടീമിന്റെ സഹായത്തോടുകൂടി ഒരു റൗണ്ട് കൂടി ഇവിടെ അവസാനിക്കുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 84 പോയിന്റ്സ്, ടീം റാഫേൽ 122.5 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 121.5 പോയിന്റ്സ്. 84, 122.5, 121.5. 3 ടീമുകളും ഏകദേശം ഒപ്പത്തിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. മെഗാ ബോണസ് റൗണ്ടിൽ വലിയ അട്ടിമറികളാണ് എല്ലാ എപ്പിസോഡിലും നടക്കുന്നത്. ഇന്നും വ്യത്യസ്തമായിരിക്കുകയില്ല എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഈ റൗണ്ട് കഴിയുമ്പോൾ മാത്രമേ കൃത്യമായ ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. മെഗാ ബോണസ് റൗണ്ട്. ധാരാളം പോയിന്റുകൾ വാരിക്കൂട്ടാവുന്ന ഒരു അക്ഷയഖനിയാണ്. 50 പോയിന്റുകൾ നിങ്ങൾക്ക് സമ്പാദിക്കാവുന്നതാണ്. ആദ്യത്തെ ചോദ്യത്തിന് 10 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 15, മൂന്നാമത്തെ ചോദ്യത്തിന് 25, അങ്ങനെ ആകെ 50 മാർക്കുകൾ. ഓരോ ചോദ്യത്തിനും ശരി ഉത്തരം പറഞ്ഞാൽ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം സാധ്യമാവുകയുള്ളൂ. ശ്രദ്ധിക്കുക, തെറ്റായ ഉത്തരം പറഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശന സാധ്യത, അതായത് ഈ ചോദ്യത്തിന്റെ തൊട്ടടുത്ത ചോദ്യത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് സാധ്യമാവില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തത്തുല്യമായ പോയിന്റ് മൈനസും ലഭിക്കുന്നതാണ്. 25 മാർക്കിന്റെ ചോദ്യത്തിന് 25 മൈനസ് പോയിന്റുകൾ കിട്ടും. തെറ്റായ ഉത്തരം പറഞ്ഞാൽ, ശരി ഉത്തരം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റുകൾ കിട്ടുകയുള്ളൂ. തെറ്റായ ഉത്തരം പറഞ്ഞാൽ മൈനസ് പോയിന്റ് കിട്ടും. സപ്പോർട്ടിംഗ് ടീമിന് വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ സഹായിക്കും ഇവരെ എന്ന്. പക്ഷെ സാധ്യമല്ല. സപ്പോർട്ടിംഗ് ടീമിന് ഒരു വിധത്തിലും ഇവരെ സഹായിക്കാൻ സാധിക്കുകയില്ല. ഇവർക്കും നിങ്ങൾക്കും മധ്യേ വലിയൊരു ഗർത്തം തന്നെ ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ചോദ്യം ടീം റാഫേലിനോടാണ്. ഏത് മേഖലയിൽ നിന്നാണ്, ഏത് പാർട്ടി ഭാഗത്തു നിന്നാണ് ചോദ്യം ചോദിക്കുന്നത് എന്ന് മുൻകൂട്ടി പറയുന്നതാണ്. ചോദ്യം
ചോദ്യത്തിൽ പങ്കെടുക്കാനും പിൻവാങ്ങാനുമുള്ള സ്വാതന്ത്ര്യം ഓരോ ടീമിനും ഉണ്ട്. ക്വിറ്റ് ചെയ്യാനും പ്രൊസീഡ് ചെയ്യാനുമുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ടീം റാഫേലിനോട് ചോദിക്കുന്നത് സുവിശേഷങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബൈബിൾ ഭാഗത്തു നിന്നാണ് ചോദ്യം. ബൈബിൾ ഭാഗത്ത് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കും എങ്കിൽ ആദ്യത്തെ ചോദ്യം വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ. യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. എപ്പോൾ? വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാതെ എടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ. വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ. യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. ഉത്തരം ശരിയാണ്. ടീം റാഫേൽ 10 പോയിന്റുകൾ നേടും. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുള്ള ചോദ്യം പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യും. കിട്ടിയാൽ 15 മാർക്ക്. ഉത്തരം തെറ്റിയാൽ 15 മൈനസ് പോയിന്റ്. മനുഷ്യപുത്രന്റെ ആഗമനത്തോടനുബന്ധിച്ച് പ്രപഞ്ച ശക്തികൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിവദിക്കും, ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും. ബൈബിൾ മുഴുവൻ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഉത്തരം ശരിയാണ്. ടീം റാഫേലിന് വീണ്ടും 15 മാർക്കുകൾ കൂടി ലഭിക്കും. അടുത്ത ചോദ്യം 25 മാർക്കിന്റെ ചോദ്യമാണ്. പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യുന്നു? ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യും. യെസ്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ തൊട്ടു മുമ്പ് പറഞ്ഞ തിരുവചനം. ആകാശ ശക്തികൾ ഇളകും, സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല. പഴയ നിയമത്തിൽ സമാനമായ തിരുവചനമുള്ളത് ഏതൊക്കെ പുസ്തകങ്ങളിലാണ്? 3 പുസ്തകങ്ങളിലുണ്ട്. 2 പുസ്തകങ്ങളുടെ പേര് പറഞ്ഞാൽ. യേശയ്യ 13 അധ്യായം 10ഉം 11ഉം വാചകങ്ങൾ. ഒരെണ്ണം കൂടി പറയും. ദാനിയേലിന്റെ പുസ്തകം 9:27. ദാനിയേലിന്റെ പുസ്തകം 9:27. രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ ഉത്തരം ഏകദേശം ശരിയെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിപ്പോയി. 2 ചോദ്യങ്ങൾ കൂടി ഒരു ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് 25 മൈനസ് പോയിന്റുകൾ ലഭിക്കുന്നു. ഉത്തരം തെറ്റാണ്. ടീം റാഫേലിന് മെഗാ ബോണസ് റൗണ്ടിലെ 3ാമത്തെ ചോദ്യം തെറ്റായി പറഞ്ഞതുകൊണ്ട് 25 മൈനസ് മാർക്കുകൾ ലഭിക്കുന്നു. യേശയ്യ 13:10, എസെക്കിയേൽ 32:7, ജോയേൽ 2-ാം അധ്യായം 10ഉം 11ഉം തിരുവചനം. ഈ 3 പുസ്തകങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ചോദിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങളോട് ചോദിക്കുന്നതും സുവിശേഷങ്ങളിൽ നിന്ന് തന്നെയാണ്, സുവിശേഷ ഭാഗത്ത് നിന്നാണ്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കും. ചോദ്യം: അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂടെ കൊണ്ടുപോയി. എന്നിട്ട് പര്യാകുലനാകുവാനും അസ്വസ്ഥനാകുവാനും തുടങ്ങി. അവൻ അപ്പോൾ അവരോട് അരുളി ചെയ്തു, എന്താണ് കർത്താവ് തൻ്റെ ഈ വിഷമസന്ധ്യയിൽ തൻ്റെ അരിമ ശിഷ്യരോട് അരുളി ചെയ്തത് ഈ സമയം? എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവിൻ. എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ. ഉത്തരം ശരിയാണ്. 10 മാർക്കുകൾ ലഭിക്കും. 15 മാർക്കിന്റെ ചോദ്യമാണ് അടുത്ത ചോദ്യം. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യും. ചോദ്യം: അപ്പോൾ പ്രധാന പുരോഹിതൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു,
ഇനി സാക്ഷികളെ കൂടി നമുക്ക് എന്താ ആവശ്യം? ദൈവദൂഷണം നിങ്ങൾ തന്നെ കേട്ടുവല്ലോ. എപ്പോഴാണ് പ്രധാന പുരോഹിതൻ ഇങ്ങനെ പ്രതികരിച്ചത്? നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു എന്ന് പ്രധാനാചാര്യൻ ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ തന്നെ. മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് ശരിയാണ്. ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയലിന് 15 പോയിന്റുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. 25 മാർക്കുകൾ സമ്പാദിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം 25 മാർക്കിന്റെ ചോദ്യമാണ്. വലിയ ബോണസ്. 25 മാർക്കുകൾ ലഭിക്കുന്ന ചോദ്യം. തെറ്റിയാൽ 25 മാർക്ക് നഷ്ടമാകും. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? ഞങ്ങൾ ക്വിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നു, പിൻവാങ്ങുന്നു. യെസ്, നിങ്ങളോട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം വായിക്കാം. യേശു പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാകും, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ എവിടെയാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്? അറിയാമായിരുന്നു? അറിയില്ല. ക്വിറ്റ് ചെയ്തത് വളരെ നന്നായി. അല്ലെങ്കിൽ നിങ്ങൾ 25 പോയിന്റുകൾ ഇപ്പോൾ തന്നെ നഷ്ടമാകുന്നതായിരുന്നു. എന്താണെങ്കിലും നിങ്ങളുടെ ബുദ്ധിപൂർവമായ തീരുമാനമാണ് എടുത്തത്. കിട്ടിയ 25 പോയിന്റുകൾ നിങ്ങളുടെ സ്കോർ ഷീറ്റിൽ ഭദ്രമായി അവിടെ ഉണ്ടാകും. അടുത്ത ചോദ്യം ടീം മിഖായലിനോടാണ്. ടീം മിഖായലിനോട് ചോദിക്കുന്നത് വിജ്ഞാനമുത്തുകൾ എന്ന പഠന ഭാഗത്തു നിന്നുമാണ്. ചോദ്യം, നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യും. ചോദ്യം, വേദസാക്ഷികൾ ആര്? ജീവൻ വെടിഞ്ഞിട്ടില്ലെങ്കിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും വേണ്ടി ജീവൻ പണയം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചവരെയാണ് വേദസാക്ഷികൾ എന്ന് പറയുന്നത്. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. ജീവൻ പണയം വെച്ചുകൊണ്ട് കർത്താവിന് സാക്ഷ്യപ്പെടുത്തിയവർ. രക്തം ചിന്തിയില്ലെങ്കിലും വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് പോലും ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചവരാണ് വേദസാക്ഷികൾ. അവര് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. 10 മാർക്കുകൾ നേടുന്നു. അടുത്ത ചോദ്യം 15 മാർക്കിന്റെ ചോദ്യമാണ്. പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യും? പ്രൊസീഡ് ചെയ്യും. കാരണം നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്തേ പറ്റൂ. യെസ്, പിന്നോട്ട് പോയാൽ ശരിയാവുകയില്ല. 3-ാം ലാറ്ററൻ കൗൺസിൽ മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തു. മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട, മാർപ്പാപ്പയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തു. പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ എടുത്തു. ഏതൊക്കെയാണ്? വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ബൈബിളും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അത് വിശുദ്ധ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട്, മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ടതല്ല. സമയം കഴിഞ്ഞു പോയിരിക്കും. ഉത്തരം തെറ്റിപ്പോയിരിക്കും. മാർക്കുകൾ നഷ്ടമാകും. മാർപ്പാപ്പയുടെ ഇലക്ഷനെ സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനമാണ്. 1, കർദിനാളന്മാരുടെ സംഘം മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കും. അടുത്തത് 3-ൽ 2 ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പിൽ സന്നിഹിതമാകും. ഇതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, മാർപ്പാപ്പയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ. നിങ്ങൾ പറഞ്ഞത് തിരുവചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ടീം മിഖായലിന് 15 പോയിന്റുകൾ നഷ്ടമാകും. അടുത്ത ചോദ്യത്തിനുള്ള അർഹതയും നിങ്ങൾ നഷ്ടമാക്കി. മത്സരം കഴിഞ്ഞിരിക്കുന്നു. ടീം റാഫേലും ടീം ഗബ്രിയേലും ടീം മിഖായലും നല്ല മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. തിരുവചനം പഠിച്ചാണ് അവർ വന്നത്. അവര് വലിയ സുവിശേഷ പ്രഘോഷണമാണ് നടത്തിയിരിക്കുന്നത്. പെനിവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലൂടെ അവർ നടത്തിയിരിക്കുന്നത് വചനപ്രഘോഷണം തന്നെയാണ്. ഓരോ ടീമിനും ലഭിച്ചിരിക്കുന്ന പോയിന്റുകൾ. ഏതൊക്കെ ടീമുകളാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്?
ജോസ്മിയിലേക്ക്. ജോസ്മി. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. വചനം പ്രഘോഷിച്ചുകൊണ്ടുള്ള പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്യൂസിന്റെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 146.5 പോയിന്റുമായി ടീം ഗബ്രിയേൽ. രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 122.5 പോയിന്റുമായി ടീം റാഫേൽ. മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 79 പോയിന്റുമായി ടീം മിഖായേൽ. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ രണ്ടാം ഘട്ടത്തിലെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാകും. ടീം ഗബ്രിയേൽ പുല്ലുരാമ്പാറ ഇടവകയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ടീം ഗബ്രിയേലും മുക്കം ഇടവകയെ പ്രതിനിധീകരിച്ച് എത്തിയിട്ടുള്ള ടീം റാഫേലും അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശനം സാധ്യമാക്കിയിരിക്കുന്നു ഉറച്ച ചുവടുവെപ്പുകളോടെ. ടീം ഗബ്രിയേലിനെയും ടീം റാഫേലിനെയും അവർ പ്രതിനിധീകരിക്കുന്ന പുല്ലൂരാമ്പാറ മുക്കം ഇടവകകളെയും ഏറ്റവും ഹൃദ്യമായി അഭിനന്ദിക്കും. പുഷ്പഗിരി ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ള ടീം മിഖായേൽ രണ്ടാം റൗണ്ടിലേക്ക് പ്രവേശിച്ചു എന്നത് തന്നെ നിങ്ങൾക്ക് വിജയം തന്നെയാണ്. ടീം മിഖായേൽ മികച്ച മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. ഏറ്റവും അടുത്ത് തന്നെ ഉയർന്ന പോയിന്റുകൾ തന്നെ നിങ്ങളും നേടി. അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിലും അഭിമാനത്തോടെ അടുത്ത ഘട്ടത്തിൽ നിന്ന് പിൻവാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അഭിമാനത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ പിൻവാങ്ങുന്നത്. ടീം മിഖാലിനെ പ്രതിനിധീകരിച്ച സപ്പോർട്ടിംഗ് ടീമിനെയും നിങ്ങളുടെ ഇടവക പുഷ്പഗിരി ഇടവകയും ഷാലോം ടെലിവിഷന്റെ പേരിലും അതുപോലെ തന്നെ താമരശ്ശേരി രൂപത മാതൃവേദിയുടെ പേരിലും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ രണ്ടാം റൗണ്ടിൽ വിജയകരമായി എത്തിയ ടീം മിഖായേലിന് ഷാലോം ടെലിവിഷൻ നൽകുന്ന സമ്മാനമുണ്ട്. സമ്മാനവും സർട്ടിഫിക്കറ്റും മേടിക്കുവാനായി സപ്പോർട്ടിംഗ് ടീമിനെയും ക്ഷണിക്കുന്നു. ലോകത്തിനു വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന പുസ്തകവും ഷാലോം ടെലിവിഷന്റെ സർട്ടിഫിക്കറ്റും ഇപ്പോൾ ടീം മിഖായേലിന് സമ്മാനിക്കുകയാണ്. ഈ പുസ്തകം ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കേണ്ട ഒരു പുസ്തകമല്ല. ഓരോ ദിവസവും എടുത്ത് സ്നേഹത്തോടെ വായിക്കേണ്ട, സ്നേഹത്തോടെ സന്തത സഹചാരിയാക്കേണ്ട ഒരു പുസ്തകമാണിത്. മാതാവിൻ്റെ സന്ദേശങ്ങളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രത്യേകമായ കാര്യങ്ങൾ പറഞ്ഞ് ഈ പുസ്തകം തുറക്കുക. ഈ പുസ്തകത്തിൻ്റെ ഇടതുവശത്തെ പേജിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശമുണ്ട്. വായിക്കുമ്പോൾ അങ്ങനെ തന്നെ നമുക്കത് തോന്നുകയും ചെയ്യും. തൊട്ട് അപ്പുറത്തെ പേജിൽ മറിയത്തിൻ്റെ സന്ദേശം മനോഹരമായ വിചിന്തനവും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം ഒരു സാധാരണ പുസ്തകം പോലെ കരുതരുത്. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഏറ്റവും പ്രിയ സുഹൃത്താക്കി മാറ്റേണ്ട ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നും വായിക്കുമ്പോൾ എൻ്റെ ചിന്തയും അതുതന്നെയാണ്. സമ്മാനം മേടിക്കുവാനായി ടീം അംഗങ്ങളെ ക്ഷണിക്കും. കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൻ്റെ ഒരു എപ്പിസോഡ് കൂടെ ഇവിടെ പൂർണ്ണമാകും. വചനം പഠിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ക്രിസ്തുവിൻ്റെ സന്ദേശം എത്തിക്കുവാനുമുള്ള ഏറ്റവും നല്ല അവസരമാണ് താമരശ്ശേരി രൂപതയിലെ മാതാക്കൾക്ക് വേണ്ടി ഷാലോം ടെലിവിഷനും താമരശ്ശേരി രൂപത മാതൃവേദിയും ചേർന്നൊരുക്കുന്നത്. വചനം പഠിച്ച്
ആവേശത്തോടെ പ്രഘോഷിച്ച് ലോകത്തിന് മുഴുവൻ വിളക്കായി മാറുവാൻ ഇവിടെ ഓരോ അമ്മമാരും പരിശ്രമിക്കുകയാണ്. ഈ അമ്മമാരിൽ നിന്ന് ഈ വിളക്കുകൾ ഏറ്റുവാങ്ങി ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ, ക്രിസ്തുവിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ എല്ലാവർക്കും, പ്രേക്ഷകരായ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തയാഴ്ച പുതിയ എപ്പിസോഡിൽ ഈ വചനത്തിൻ്റെ ആഘോഷത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങൾക്കേവർക്കും ഗുഡ് ബൈ.